മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ആൽക്കലൈൻ ഓക്സിഡേറ്റീവ് ഫ്യൂഷൻ ഓഫ് MnO2 gives A. MnO2നെ ആൽക്കലൈൻ ഓക്സിഡേറ്റീവ് ഫ്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്സിഡേറ്റീവ് ഫ്യൂഷൻ ആൽക്കലൈൻ ആൻഡ് ഇറ്റ് ഗിവ്സ് യു A. A on electrolytic oxidation. A നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്തപ്പോൾ you get B. A and B are respectively what? So this is a direct question. MnO2നെ നമ്മൾ ആദ്യം ഇനീഷ്യൽ ഘട്ടത്തിൽ ഓക്സിഡേഷൻസ് ചെയ്താൽ നമുക്ക് പൊട്ടാഷ്യം മാംഗനേറ്റും, വീണ്ടും ഓക്സിഡേഷൻ ചെയ്യുമ്പോഴാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റും കിട്ടുന്നത്. പൊട്ടാഷ്യം മാംഗനേറ്റ് ഈസ് K2MnO4. അതുകൊണ്ട് അവരുടെ അയോണിനെ MnO4 2- എന്ന് എഴുതണം. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് KMnO4 ആണ്. സോ അയോൺ പറയുന്നത് അതിന്റെ അയോൺ എഴുതേണ്ടത് MnO4- ആണ്. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ദിസ് ഈസ് എ ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി പ്രിപ്പറേഷൻ ഓഫ് ദി കോമ്പൗണ്ട്സ്. DNFൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, MnO2നെ ഓക്സിഡേറ്റീവ് ആൽക്കലൈൻ മീഡിയത്തിൽ ഓക്സിഡേഷൻ ചെയ്യുമ്പോഴേക്ക് എനിക്ക് കിട്ടിയത് പൊട്ടാഷ്യം മാംഗനേറ്റ് ആണ്. അതിനെ വീണ്ടും നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോഴാണ് പെർമാംഗനേറ്റ് അയോൺ കിട്ടിയത്. അപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഇതൊരു ഡയറക്റ്റ് NCERTയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സോ എവറി റിയാക്ഷൻ ഇൻ NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.